വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. 1500 വേക്കൻസീസുമായിട്ട് SBI POയുടെ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലെ. കഴിഞ്ഞ വർഷത്തേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3 മടങ്ങ് വേക്കൻസിയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി പ്രിപ്പറേഷനിലുള്ളവരുണ്ടാകും, തുടക്കക്കാരുണ്ടാകും. നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ തെറ്റുകൂടാതെ നമുക്ക് അയക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ടാകണം, എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകും. കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒരു ബേസ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകും, തുടക്കക്കാരാണെങ്കിൽ ഒരുപാട് കൺസേൺസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഹൗ ടു അപ്ലൈ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, എങ്ങനെ SBI POയ്ക്ക് അപ്ലൈ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ കരുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ബാങ്ക് എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ, അതിപ്പോൾ SBI PO ആയിക്കോട്ടെ, SBI ക്ലർക്ക് ആയിക്കോട്ടെ, IBPS PO ആയിക്കോട്ടെ, IBPS ക്ലർക്ക് ആയിക്കോട്ടെ, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ്. നമ്മുടെ എക്സാം എന്ന് പറയുന്നത് CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്നതും ഓൺലൈൻ ആയിട്ടാണ്. അപ്പോൾ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മളുടെ ഒരു റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം. അത് ഹാർഡ് കോപ്പി എടുത്ത് വെച്ചേക്കുക, സോഫ്റ്റ് കോപ്പി എടുത്ത് വെച്ചേക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാകുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് സോഫ്റ്റ് കോപ്പിയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, നമ്മുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ഉണ്ടായിരിക്കണം, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, ഒരു ഡോക്യുമെന്റ്സ് നമ്മൾ ആദ്യമേ അപ്ലോഡ് ചെയ്യണ്ട. നമുക്കിതെല്ലാം ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയം അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്റെ ടൈമിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, സബ്മിറ്റ് ചെയ്താൽ മതി. നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിഗ്രിക്ക് എത്ര % മാർക്കുണ്ട് ആൻഡ് നമ്മുടെ റിസൾട്ട് വന്ന ഡേറ്റ് ഏതാണ്, ഇത് രണ്ടും മാത്രം നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഈ കൂട്ടത്തിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും SBI POയ്ക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളിൽ റിസൾട്ട് വരാത്തവരുണ്ടാകും, റിസൾട്ട് വന്നവരുണ്ടാകും. അപ്പോൾ റിസൾട്ട് വരാത്തവരാണെങ്കിൽ അപ്പിയറിംഗ്, ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പിയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷനും കൊടുക്കാം. റിസൾട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ പാസ്ഡ് എന്ന ഓപ്ഷനും കൊടുക്കാൻ പറ്റും. അത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് റിയൽ ആയിട്ട് SBI PO അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ റിസൾട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ % എത്രയാണ്, നിങ്ങളുടെ റിസൾട്ട് വന്ന ഡേറ്റ് ഏതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് കൊടുത്താൽ മതിയാകും. ഇനി അതല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വന്നിട്ടില്ല, ജസ്റ്റ് റിസൾട്ട് വന്നതേ ഉള്ളെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങളുടെ സൈറ്റിൽ എന്നാണോ റിസൾട്ട് വന്നത് ആ ഡേറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതെല്ലാം ഒരു പ്രത്യേക സൈസിൽ ഇത്ര KB നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അത് ഒരു തവണ നമ്മൾ ചെയ്ത് വെച്ചാൽ ബാക്കി വരുന്ന എല്ലാ എക്സാംസിനും നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നിങ്ങളൊരു സ്റ്റുഡിയോയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാർഡ് കോപ്പിയും എടുക്കണം. അതേപോലെ തന്നെ അവരോട് സോഫ്റ്റ് കോപ്പി മെയിലിൽ അയച്ചു തരാൻ പറയുക. ഈ പറയുന്ന സൈസിൽ തന്നെ ആക്കി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പണിയില്ല. അത് നിങ്ങളെ മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടിരുന്നാൽ മുന്നോട്ട് വരുന്ന എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് അത് എന്തായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സിഗ്നേച്ചർ ആണെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ആണെങ്കിലും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണെങ്കിലും വൺ ടൈം ഇത് നിങ്ങൾക്ക് തനിയെ എന്ത് ചെയ്യാം, ഫോണിലെടുത്ത് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളൊക്കെ ഇപ്പം എല്ലാവരും ഫോൺ യൂസ്ഡ് ആയതുകൊണ്ട് പറ്റും. ഇനി അങ്ങനെ അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ ടൈം എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു കഫേയിലോ ഒക്കെ പോയി ഈ പറയുന്ന സൈസ്, ഇപ്പം ഞാൻ ഏത് സൈസ് ആണെന്നൊക്കെ ഉള്ളത് പറയാം, അത് വൺ ടൈം ചെയ്ത് വെക്കുക. പിന്നെ അത് എല്ലാത്തിനും ഒരേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ ഹാർഡ് കോപ്പി എടുക്കുമ്പോൾ ഒരു കുറച്ച് കൂടുതൽ കോപ്പീസ് എടുത്ത് വെക്കുക. നമുക്ക് പ്രിലിംസിന് പോകുമ്പോഴും വേണം, മെയിൻസിന് പോകുമ്പോഴും ഒക്കെ നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ഈ ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒട്ടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ കൂടുതൽ കോപ്പി എടുത്ത് വെക്കാം. മുന്നോട്ട് വരുന്ന ഒരുപാട് എക്സാംസിന് നമുക്ക് യൂസ്ഫുൾ. എപ്പോഴും പോയി സമയം കളയേണ്ട കാര്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു റീസെന്റ് കളർ ഫോട്ടോ ആയിരിക്കണം. അത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. അവർ പ്രിഫർ ചെയ്യുന്നത് ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അത് മാക്സിമം വൈറ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വൈറ്റോ ലൈറ്റ് ബ്ലൂവോ ഏതാണെങ്കിലും കുഴപ്പമില്ല, വൈറ്റ് തന്നെ എടുക്കുക. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. പിന്നെ നമ്മളാണ് ആ ഫോട്ടോയിൽ എന്നുള്ളത് ഉറപ്പായിട്ട് മനസ്സിലാകണം അല്ലെ. നമ്മൾ സെൽഫി ഒക്കെ എടുത്ത് നമ്മുടെ മുഖം കാണാത്ത രീതിയിൽ ചരിഞ്ഞും തിരിഞ്ഞും നിന്നിട്ടുള്ള ഫോട്ടോയല്ല അവർ പറയുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് ക്യാമറയിൽ നോക്കിയിട്ടുള്ള നമ്മളുടെ ഫോട്ടോ ആയിരിക്കണം, കളർ ഫോട്ടോ ആയിരിക്കണം. നമ്മൾ തൊപ്പി വെച്ചോ, നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെച്ചോ, ഡാർക്ക് ഗ്ലാസ് വെച്ചോ ഒന്നും ആയിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോട്ടോ എടുക്കേണ്ടത്. നമ്മളിപ്പോൾ എക്സാം എഴുതാൻ ചെല്ലുമ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റിൽ നമ്മൾ ഫോട്ടോ ഒട്ടിച്ചിട്ട് ഇൻവിജിലേറ്റർ നമ്മളെ നോക്കുമ്പോൾ നമ്മളാണ് അത് എന്ന് അവർക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഓക്കെ, ഇനി ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് പിക്സൽസിലാണെങ്കിൽ 200x230 പിക്സൽസ് ആയിരിക്കണം ആൻഡ് 20 KB-ക്കും 50 KB-ക്കും ഇടയിലായിരിക്കണം. ഈ സൈസ് ആണെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, അപ്ലോഡ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ അത് അപ്ലോഡ് ആകില്ല. സോ ഈ സൈസിൽ തന്നെ ആക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ദെൻ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ കോപ്പീസ് കയ്യിൽ കരുതിക്കൊള്ളുക. ഇതിന്റെ കംപ്ലീറ്റ് റിക്രൂട്ട്മെന്റ് തീരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ഹാർഡ് കോപ്പി ആവശ്യമുണ്ട്. അപ്പോൾ ഹാർഡ് കോപ്പിയും വേണം, നമുക്ക് സോഫ്റ്റ് കോപ്പിയും വേണം അപ്ലൈ ചെയ്യാനായിട്ട്.
കുഴപ്പമില്ലല്ലോ. അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് റെഡ് ഐയോ അല്ലെങ്കിൽ നമ്മൾ കൂളിംഗ് ഗ്ലാസ്സോ നമ്മൾ തൊപ്പിയോ ഇതൊന്നും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഫോട്ടോ എടുക്കാനായിട്ട് പാടില്ല. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ. ഈ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളിപ്പം നേരത്തെ സ്റ്റുഡിയോയിലൊക്കെ പോയി എടുത്ത ഫോട്ടോയാണ്. അതുകൂടാതെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ അവർ ക്യാപ്ചർ ചെയ്യും. നമ്മൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഫോട്ടോ ക്യാപ്ചറിങ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ലാപ്ടോപ്പ് വഴിയാണെങ്കിൽ അതിൻ്റെ ക്യാമറ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ അകത്തിൽ ഒരു സ്കാനർ ഉണ്ടാകും. അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോൺ വഴിയും നമുക്ക് നമ്മളുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഏതാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് അത് ചെയ്യാം. പക്ഷെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ആൻഡ് ഓൾസോ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ കുഞ്ഞു ഫോട്ടോ ആയി പോകാൻ പാടില്ല. നമ്മൾ ഒട്ടിച്ച ഫോട്ടോയും ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോയും കൂടെ മാച്ച് ആയിരിക്കണം. നമ്മൾ തന്നെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാകണം. അത് നല്ല ലൈറ്റൊക്കെ ഉള്ള റൂമിൽ ഇരുന്നിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ, ഫോട്ടോ ക്യാപ്ചർ എടുക്കാൻ. മനസ്സിലായല്ലോ? കാരണം അല്ല, ഇപ്പം നമ്മൾ ഇരുട്ടത്തൊക്കെ ഇരുന്നാണെന്നുണ്ടെങ്കിൽ നമ്മളാണെന്നത് മനസ്സിലാകത്തില്ല. സോ ഉറപ്പായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ചോണം. ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് എന്നുള്ള രീതിയിൽ അത് മനസ്സിലാകണം. നേരത്തെ പറഞ്ഞതുപോലെ കൂളിംഗ് ഗ്ലാസ്സോ തൊപ്പിയോ ഡാർക്ക് ഗ്ലാസ്സോ ഒന്നും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് പാടില്ല. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ആൻഡ് ഓൾസോ പ്രോപ്പറായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നോക്കുക. ചെറിയ ഫോട്ടോ അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുന്ന സെൽഫി പോലെയുള്ള ഫോട്ടോസ് അല്ല അവർ പറയുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർ ഡൂസ് ആൻഡ് ഡോൺസ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സ്മോൾ സൈസ് ആകാൻ പാടില്ല. നമ്മൾ കൂളിംഗ് ഗ്ലാസ്സോ തൊപ്പിയോ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വെക്കാനായിട്ട് പാടില്ല. ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നമ്മളാണ് അതെന്നുള്ളത് അവർക്ക് നന്നായിട്ട് മനസ്സിലാകണം. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ. ഇനി നമ്മളുടെ സിഗ്നേച്ചർ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് വേണം ആ സിഗ്നേച്ചർ ഇടാൻ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫോണിൽ വേണമെങ്കിൽ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ഇട്ടിട്ട് ഞാൻ ഈ പറയുന്ന സൈസിലാക്കി മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാപ്പൊക്കെ ഉണ്ടെങ്കിൽ തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഫേയിൽ പോയിട്ട് ഈ പറയുന്ന സൈസ് ആക്കാം. നമ്മുടെ സൈസ് എന്ന് പറയുന്നത് 140x60 ആണ്, പിക്സൽസിലാണ് എന്നുണ്ടെങ്കിൽ. ആൻഡ് 10 GB-ക്കും 20 GB-ക്കും ഇടയിലായിരിക്കണം സൈസ്. എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പം സൈൻ ഇട്ടു, അത് നമ്മൾ തന്നെ ആയിരിക്കണം സൈൻ ചെയ്യേണ്ടത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതും നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ ഇൻവിജിലേറ്റേഴ്സ് ഹോൾ ടിക്കറ്റിൽ അവരുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മളുടെ സൈൻ ഇടിയിക്കും. അപ്പോൾ ആ സൈന് രണ്ടായി പോകാൻ പാടില്ല. നമ്മുടെ സൈൻ നമ്മൾ തന്നെ വേണം ആ സൈൻ ഇടാൻ. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇടുന്ന സൈന് നമ്മൾ അപ്ലോഡ് ചെയ്ത സൈനും മാച്ച് ചെയ്യണം. ഒരിക്കലും രണ്ടായി പോകാനായിട്ട് പാടില്ല. ആൻഡ് ഓൾസോ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല, സൈൻ ചെയ്യാൻ പാടില്ല. ഇപ്പം എൻ്റെ പേര് അഞ്ജു, ഞാൻ ഒരിക്കലും ഇങ്ങനെ എഴുതിയിട്ട് സൈൻ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ ആണേ? യെസ്. ഇതാണ് സിഗ്നേച്ചറിന്റെ കാര്യം. അപ്പോൾ സൈസൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. വൈറ്റ് പേപ്പർ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് സൈൻ ഇടുക. ഓക്കെ. 140x60 പിക്സൽസ് ആൻഡ് 10 GB-ക്കും 20 GB-ക്കും ഇടയിലായിരിക്കണം. അടുത്തത് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് പേപ്പറിൽ നിങ്ങൾക്ക് ഇങ്ക് പാഡ് ഉണ്ടാകുമല്ലോ. അതിപ്പോൾ ബ്ലൂ ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആ ഇങ്ക് പാഡിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ എടുത്തിട്ട് നിങ്ങൾ അതെന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 240x240 പിക്സൽസ് ആയിരിക്കണം. ആൻഡ് 20 GB-ക്കും 50 GB-ക്കും ഇടയിലായിരിക്കണം സൈസ്. ഇനിയും അതേപോലെ നമ്മുടെ ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് JPG അല്ലെങ്കിൽ JPEG ആയിരിക്കണം, PDF അല്ല. ഓക്കെ. ഇത് ഒരു തവണ നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള എല്ലാത്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തതാണ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ IBPS-ന്റെ സെയിം ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ അല്ല SBIക്ക്. ഓക്കെ. ഇതും നമ്മൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് തന്നെ നമ്മളുടെ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പം നമ്മൾ എന്താ എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മൾ എഴുതേണ്ട കാര്യം. അതായത് ഇവിടെ ബ്രാക്കറ്റിൽ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് എന്നല്ല നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതുക. ഇപ്പം ഞാനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അഞ്ജു ആർ. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണോ ഇത് നിങ്ങളുടെ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗിൽ വേണം എഴുതാൻ. ക്യാപിറ്റൽ ലെറ്ററിലല്ല എഴുതേണ്ടത്. നിങ്ങളുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ നിങ്ങൾ ഇത് എഴുതുക. Okay, and hereby declare that all the information submitted by me in the application form is correct, true and valid. I will present the supporting documents as and when required. The signature photograph and left hand thumbprint is of mine. എന്ന് നമ്മൾ നമ്മുടെ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് എഴുതാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണേ? ഇനിയും ഇതിന്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് 800x400 പിക്സൽസ് ആയിരിക്കണം നമ്മുടെ സൈസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഫയൽ സൈസ് 50 KB-ക്കും 100 KB-ക്കും ഇടയിലായിരിക്കണം. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? യെസ്. ഇത്രയുമാണ് നമ്മളുടെ
ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, IBPS-ലാകുമ്പോൾ നമുക്ക് ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം എന്ന് നിർബന്ധമില്ലായിരുന്നു. പക്ഷേ SBIയുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇതാണ്, രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി നിങ്ങൾ ജയിച്ച മീൻസ് പാസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ റിസൾട്ട് വന്ന ഡേറ്റും ഉണ്ടായിരിക്കണം. അത് ഞാൻ നിങ്ങളെ അപ്ലൈ ചെയ്ത് കാണിക്കാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ഇനി SBI POയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓൾറെഡി കുറേ ആസ്പിറൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ല, എനിക്ക് ഈ ഒരു 2 മാസം കൊണ്ട് എനിക്കൊന്ന് ഓക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ SBI POയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ടോപ്പിക്സും റീസണിങ്, ക്വാണ്ടും, ഇംഗ്ലീഷിൻ്റെയും കംപ്ലീറ്റ് ടോപ്പിക്സ് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ നമുക്ക് 50+ ലൈവ് പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും വിത്ത് ടൈമർ. ഓക്കെ, 1,999 ആണ് നമ്മളുടെ ഫീസ് വരുന്നത്. സോ വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രിലിംസും ഈ ഒരു ബാച്ചിലൂടെ ജോയിൻ ചെയ്ത് ഓക്കെ ആക്കാവുന്നതാണ്. ഓക്കെ, ഇനി മെയിൻസ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ മെയിൻസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 3.0. നിങ്ങൾക്ക് നമ്മുടെ റിസൾട്ട് വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൽ നിന്നാണ്. അപ്പം മെയിൻസ് അടിപൊളിയാക്കാൻ നിങ്ങൾക്ക് മെയിൻസ് ബുദ്ധിമുട്ടാണെങ്കിൽ ഉടൻ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബേസ് മുതൽ തന്നെ ഒന്നുകൂടെ ലൈവ് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പുതിയ ബേസ് റെഗുലർ ബാച്ചാണ് IBPS PO ആൻഡ് ക്ലർക്ക് ബാച്ച്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ തന്നെ റെക്കോർഡ് മീൻസ് കഴിഞ്ഞു പോയ ക്ലാസ്സസിൻ്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഈ വർഷം വരുന്ന കംപ്ലീറ്റ് എക്സാംസ് ഈ ഒരു ബാച്ചിൽ കവർ ചെയ്യുന്നതായിരിക്കും. ജനുവരി 31 വരെ 2027 ജനുവരി 31 വരെ നിങ്ങൾക്ക് അതിൽ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ ആണേ. ഇനിയും നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് ബാച്ച് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, നമുക്ക് കോഴിക്കോട് ഓഫ്ലൈൻ ബാച്ച് ഉണ്ട്. കോഴിക്കോട് മാത്രമാണ് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സസ് ഉള്ളത്. നമുക്ക് അടുത്ത ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഓഫ്ലൈൻ റിലേറ്റഡ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഒരു കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ആദ്യം തന്നെ SBIയുടെ വെബ്സൈറ്റിലേക്ക് പോവുക. www.sbi.co.in കരിയേഴ്സിലേക്ക് പോവുക. ഓക്കെ, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ജോയിൻ SBI അതിൽ കറണ്ട് ഓപ്പണിങ്സിൽ ക്ലിക്ക് ചെയ്യാം. ആ കറണ്ട് ഓപ്പണിങ്സ് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് റിക്രൂട്ട്മെന്റ് ഓഫ് പ്രൊബേഷണറി ഓഫീസേഴ്സ് അപ്ലൈ ഓൺലൈൻ എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് നമ്മുടെ PDF, അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ PDF വായിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചു നോക്കുക. അപ്പോൾ അത് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ആദ്യമായിട്ടാണ് നമ്മൾ അപ്ലൈ ഓൺലൈൻ ചെയ്യുന്നത്. സോ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ ബേസിക് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് തെറ്റരുത്. നമ്മളുടെ SLCയുടെ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചിട്ട് അതിലെങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തെറ്റാതെ കൊടുക്കണം. ഫസ്റ്റ് നെയിം കൊടുക്കുക. മിഡിൽ നെയിം ഉള്ളവരാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇപ്പം എനിക്ക് മിഡിൽ നെയിം ഇല്ല, സോ അഞ്ജു R ഞാൻ അതേപോലെ തന്നെ കൊടുത്തു. കൺഫർമേഷൻ കൊടുത്തു. പിന്നെ അതിനുശേഷം മൊബൈൽ നമ്പർ, നമ്മൾ വർക്കിംഗ് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ IDയും കൊടുക്കണം. കാരണം നമ്മുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസും ഇതിലേക്കായിരിക്കും വരിക. ഇപ്പം നമ്മളുടെ മൊബൈൽ നമ്പർ വീണ്ടും കൺഫേം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെയിൽ ID. ഇപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ഈ റിക്രൂട്ട്മെൻറ്റ് കഴിയുന്നത് വരെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിലേക്കായിരിക്കും വരുന്നത്. സോ വർക്കിംഗ് ആയിട്ടുള്ളത് തന്നെ കൊടുക്കണം. നമ്മളുടെ ഡൊമൈൻ ഇതിൽ നിന്ന് സെർച്ച് ചെയ്യുക. ഏതാണെങ്കിലും Gmail ആണോ, ഹോട്ട്മെയിൽ ആണോ, യാഹൂ ആണോ, ഏതാണോ അത് കൊടുക്കുക. ആൻഡ് നമ്മളുടെ മെയിൽ ID ഒന്നും കൂടെ കൺഫേം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ സെക്യൂരിറ്റി കോഡ് അടിക്കുക. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ മേ ബി നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിനകത്തിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാനായിട്ട് പറ്റും. അതിൽ അവർ എറർ കാണിക്കും. സോ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് നമ്മൾ കൊടുത്തതെല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പം ഇനി അതിൻ്റെ അകത്തിൽ ഒരു എഡിറ്റും പറ്റില്ല. നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ IDയോ എല്ലാം ഓക്കെയാണ്, സെറ്റാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുത്ത് മുന്നോട്ടേക്ക് പോവാം.
ഇനി അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. അതായത് നമ്മളുടെ OTP, അതായത് നമ്മളുടെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്കും നമ്മൾ കൊടുത്ത ഇമെയിലിലേക്കും നമുക്കൊരു OTP വെച്ചിട്ട് നമ്മളത് വെരിഫൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മെയിൽ ID-യിലേക്കും അതേപോലെ തന്നെ നമ്മളുടെ നമ്പറിലേക്കും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ സെക്യൂരിറ്റി കോഡ് അടിച്ചതിന് ശേഷം സെൻഡ് OTP കൊടുക്കണം. അപ്പം നമ്മൾ കൊടുത്ത മെയിൽ ID-യിലേക്കും അതേപോലെ തന്നെ ഫോൺ നമ്പറിലേക്കും OTP വരും. ആ OTP നമ്മൾ ഇവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് നമ്പറാണോ കൊടുത്തത് അതിലേക്ക് ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP നിങ്ങൾ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വെരിഫൈ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇമെയിൽ ID വെരിഫൈ ചെയ്യാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സെക്യൂരിറ്റി കോഡ് അടിച്ചാൽ മാത്രമേ നമുക്കത് OTP സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ മെയിൽ ID ചെക്ക് ചെയ്യുക. ആ മെയിൽ ID-യിലേക്ക് വീണ്ടും അത് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്കത് വന്നില്ല. അപ്പം ഞാനതൊന്നും കൂടെ റീസെൻഡ് ചെയ്ത് കൊടുക്കാം. മേ ബി എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ അത് വരേണ്ടതാണ്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ റീസെൻഡ് ഓപ്ഷൻ കൊടുത്തു. സെക്യൂരിറ്റി കോഡ് അടിച്ചതിന് ശേഷം ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അത് വരുന്നുണ്ടോ എന്നൊന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് OTP ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെറ്റ് എല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കണം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എനിക്കൊന്ന് മെയിൽ ID-യിലേക്ക് വരാനൊരു താമസമുണ്ട് എന്നെനിക്ക് തോന്നുന്നു, കാരണം ഫോണിലേക്കുള്ളത് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെ ഒന്ന് റീട്രൈ ചെയ്യാം. യെസ്, വന്നിട്ടുണ്ട്. അപ്പോൾ മെയിൽ ID-യിലേക്ക് വന്നു. മേ ബി എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ കാരണമാകാം ഒന്ന് ലാഗായിട്ടുണ്ടാകുക. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ റീസെൻഡ് കൊടുക്കുക. അതിനുശേഷം ആ OTP വെരിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും മൊബൈൽ നമ്പറും ഇമെയിൽ ID-യും വെരിഫൈ ചെയ്തു. നിങ്ങളുടെ മൊബൈലിലേക്കും മെയിൽ ID-യിലേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഓക്കെ, അടുത്തത് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഓൾറെഡി നമ്മൾ അതെല്ലാം പറഞ്ഞ സൈസിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു കാര്യമുണ്ട്, നമുക്ക് അപ്ലോഡ് ചെയ്യുകയും വേണം, അതുകൂടാതെ നമുക്ക് ക്യാപ്ചർ ചെയ്യുകയും വേണം. അപ്പോൾ നമ്മളുടെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുവാണ്. നമ്മളെല്ലാം പറഞ്ഞ സൈസിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞ സൈസിലായതുകൊണ്ട് തന്നെ അത് അപ്ലോഡായി. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളിത് ക്യാപ്ചർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ വെബ് ക്യാം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ദെൻ ക്ലിക്ക് ഹിയർ ടു സ്കാൻ എന്നുള്ളതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കാൻ ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് ഇത് IBPS-ന്റെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കണം. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, നമ്മളുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മളാണ് അതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകണം. ഞാനിതിപ്പം ക്യാപ്ചർ ചെയ്യുകയാണ്. ലൈറ്റിനിങ് എല്ലാം പ്രോപ്പർ ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ക്യാപ്ചർ ചെയ്തെല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് അപ്ലോഡ് ചെയ്യാം. നമ്മളാണ് എന്നുള്ളത് ഉറപ്പായിട്ടും അതിൽ മനസ്സിലാകണം. ഓക്കെ, ദെൻ കൺഫർമേഷൻ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. അതിനുശേഷം നമ്മുടെ സിഗ്നേച്ചർ നമ്മൾ ഓൾറെഡി അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക? കൺഫർമേഷൻ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. ജസ്റ്റ് അത് ലോഡിംഗ് ആണ്. ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ലോഡിംഗ് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്കൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. യെസ്, ഇപ്പോൾ അത് ഓക്കെ ആയി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് യെസ് കൺഫേം കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം.
ഓക്കെ, അപ്പം നമ്മളെല്ലാം കൊടുത്തു, നമ്മുടെ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും എല്ലാം കൊടുത്തു, നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തു. ഇനി നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാമാണ്, ഒന്നും തെറ്റരുത്, വളരെയധികം ശ്രദ്ധിക്കണം. ആദ്യം തന്നെ കാറ്റഗറിയാണ്. നമ്മൾ ഏത് കാറ്റഗറിയാണോ, പിന്നീട് ഒരു കാറ്റഗറി ചേഞ്ച് നമുക്ക് പറ്റില്ല. അപ്പോൾ SC ST ആണോ, OBC ആണോ, അൺറിസർവ്ഡ് ആണോ, EWS ആണോ. ഇപ്പോൾ OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് OBC എന്ന് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ അൺറിസർവ്ഡ് UR മാത്രമേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതാണോ കാറ്റഗറി അത് തെറ്റാതെ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ UR കൊടുത്ത് അൺറിസർവ്ഡ് കാറ്റഗറി കൊടുത്ത് മുന്നോട്ടേക്ക് പോകുവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കിക്കേ, EWSൻ്റെ കാരണം അൺറിസർവ്ഡ് ആകുമ്പോൾ ഇവിടെ EWS ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അതുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ EWS ആണെങ്കിൽ മാത്രം നമ്മളത് കൊടുത്താൽ മതി. അങ്ങനെയുള്ളവരെ അത് കൃത്യമായിട്ടുള്ളത് തന്നെ കൊടുക്കണം. അപ്പോൾ EWS കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ ടൈമിൽ, ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ നമുക്കത് കാണിക്കേണ്ടി വരും. ഇനി നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, അതെല്ലാം ഡിസേബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുണ്ടെങ്കിൽ യെസ് ഉണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുത്തു പോകുക. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും സെറിബ്രൽ പാലസിയോ അല്ലെങ്കിൽ റൈറ്റിംഗ് സ്പീഡോ എന്തെങ്കിലും നിങ്ങൾക്ക് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. അതെല്ലാം നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വേറെ എന്തെങ്കിലും ഡിസേബിലിറ്റി നമുക്കുണ്ടോ, ഇന്ന സെക്ഷനിൽ പറയുന്ന എന്തെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. അതെല്ലാം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് യെസ് ഉള്ളവർ അതാത് കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മുടെ റിലീജൻ ആണ്. നമ്മുടെ റിലീജൻ ഏതാണോ അത് കൊടുക്കുക. നമ്മൾ റിലീജിയസ് മൈനോറിറ്റിയിൽ പെടുന്ന ആളാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. നമ്മളൊരു എക്സ് സർവീസ്മെൻ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അടുത്തത് അവർ ചോദിച്ചിട്ടുള്ളത് നമ്മളുടെ നമ്പർ ഓഫ് ചാൻസസ് ആണ്. നമ്മൾ എത്ര തവണ SBI PO എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, നോക്കിക്കേ, പ്ലീസ് മെൻഷൻ ദി നമ്പർ ഓഫ് ഒക്കേഷൻസ് ഓൺ വിച്ച് യു ഹാവ് അപ്ലൈഡ് ഫോർ ദി എക്സാമിനേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് പ്രൊബേഷണറി ഓഫീസർ ഇൻ SBI. അപ്പോൾ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഓൾറെഡി അപ്പിയർഡ് ഫോർ ദി മാക്സിമം നമ്പർ ഓഫ് പെർമിസിബിൾ ചാൻസസ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ. നമുക്ക് 4 ചാൻസ് പറയുന്നത്, പക്ഷേ അത് പ്രിലിംസിന്റെ ചാൻസ് അല്ല, മെയിൻസിന്റെ ചാൻസ് ആണ് അവർ പറയുന്നത്. അപ്പിയറിംഗ് ഇൻ മെയിൻസ് എക്സാമിനേഷൻ വിൽ ബി counted as a chance. Appearing in preliminary examination will not be counted as a chance. അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ മെയിൻസ് എത്ര തവണ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 0 കൊടുക്കുക. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മെയിൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 കൊടുക്കുക, അല്ലെങ്കിൽ 2 മെയിൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 കൊടുക്കുക. ഓക്കെ, ഇനി ഡു യു ഹാവ് റെക്കോർഡ് ഓഫ് ഡിഫോൾട്ട് ഇൻ പ്രീപേയ്മെന്റ് ഓഫ് ലോൺ ഓർ ക്രെഡിറ്റ്. അതായത് നമ്മളുടെ സിബിൽ സ്കോർ എല്ലാം ഓക്കെ ആണോ, എന്തെങ്കിലും നമ്മൾ തിരിച്ചടവിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുത്തിയിട്ടുണ്ടോ. അപ്പോൾ അത് മേ ബി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓക്കെ ആക്കുക. ഓക്കെ, നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. നമ്മൾ എപ്പോഴും പറയും സിബിൽ സ്കോർ ഡീസൻ്റ് ആയിരിക്കണം. അത് നിങ്ങളുടെ മീൻസ് കംപ്ലീറ്റ്ലി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ ടൈമിലേക്ക് ഇനി എന്തെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഓക്കെ ആക്കുക. ദെൻ അടുത്ത നോക്കിക്കേ, ഇനി എന്തെങ്കിലും നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. പിന്നെ നിങ്ങളൊരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ നേരത്തെ ഓഫീസർ കേഡറിൽ ഒരു എംപ്ലോയി ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്, എക്സ് എംപ്ലോയി ആണോ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. അതേപോലെ തന്നെ ഇതിപ്പോൾ SBI POയ്ക്കല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ അവിടുത്തെ തന്നെ ക്ലറിക്കൽ കേഡറിൽ വർക്ക് ചെയ്യുന്ന ആളാണോ ആണെങ്കിൽ കൊടുക്കുക, യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. അതേപോലെ തന്നെ ക്ലറിക്കൽ കേഡറിൽ വർക്ക് ചെയ്ത എക്സ് എംപ്ലോയി ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. പ്ലീസ് എൻഷുർ ദാറ്റ് യു ആർ എലിജിബിൾ ടു അപ്ലൈ. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി നമുക്കിതെല്ലാം മനസ്സിലായ കാര്യമാണ്. ഓക്കെ, അടുത്തതിലേക്ക് വരാം. പാൻ നമ്പർ നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം കൊടുക്കാം. നാഷണാലിറ്റി ഓൾറെഡി ഇന്ത്യൻ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രിലിംസ് നമുക്ക് എവിടെയാണ് എക്സാമിനേഷൻ സെൻറ്റർ കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ കേരള ചൂസ് ചെയ്തു, എനിക്ക് എവിടെയാണോ പോകാൻ സൗകര്യം അവിടെ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ മെയിൻസിന് എല്ലായിടവും കാണത്തില്ല, അപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഏതാണോ അവിടെ കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്തത് വളരെയധികം ശ്രദ്ധിച്ചോണം. ഐ ഇൻറ്റെൻഡ് ടു ബ്രിങ് ദി ഫോളോയിങ് ID വെൻ അപ്പിയറിംഗ് ഫോർ ദി എക്സാമിനേഷൻ. അപ്പോൾ ഞാൻ ആ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുമ്പോൾ ഏത് ID ആണ് കൊണ്ടുവരുന്നത്. അപ്പം എൻ്റെ IDയിൽ ഞാൻ കൊടുത്ത പേരും എല്ലാം എക്സാക്ട്ലി മാച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഇനി നിങ്ങളുടെ ID പ്രൂഫ് നമ്പർ ഏതാണോ കൊണ്ടുവരുന്നത് അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ ID പ്രൂഫ് നമ്പർ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, ID പ്രൂഫ് നമ്പർ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എവിടെ നിന്നാണ് ഇത് അറിഞ്ഞത്, അപ്പോൾ ഒന്നെങ്കിൽ SBI കരിയർ വെബ്സൈറ്റോ സോഷ്യൽ മീഡിയ എന്താണോ അത് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, യെസ്.
ദെൻ അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇതൊന്നും തെറ്റാൻ പാടില്ല, കാരണം വളരെയധികം ശ്രദ്ധിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊന്നും തെറ്റാനായിട്ട് പാടില്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ. ദെൻ നമ്മുടെ ജെൻഡർ ഏതാണ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും ട്വിൻ സിസ്റ്ററോ ബ്രദറോ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. പിന്നെ നിങ്ങളുടെ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്താണോ അത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ അച്ഛൻ്റെ പേര്, ഓക്കെ. അതേപോലെ തന്നെ മദറിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ. അപ്പം അതെല്ലാം കൃത്യമായിട്ട് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. ദെൻ അതിനുശേഷം അഡ്രസ്സാണ്. തെറ്റാതെ നമ്മൾ ഏത് ID കാർഡാണോ കൊണ്ടുപോകുന്നത് അതിലെ പോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക, തെറ്റരുത്. വളരെ ശ്രദ്ധിച്ച് തന്നെ അപ്ലൈ ചെയ്യുക. ഏതാണോ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ, നിങ്ങളുടെ പിൻകോഡ് ഏതാണോ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ. നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും കറസ്പോണ്ടൻ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടായിട്ട് തന്നെ കൊടുക്കുക. ഇനി നമ്മൾ ഏതാണോ, പെർമനൻ്റ് ആണോ, ഇപ്പോൾ രണ്ട് സെയിം ആയതുകൊണ്ട് ഏത് കൊടുത്താലും കറക്റ്റ് തന്നെയാണ്. ഇനി നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് വാലിഡേറ്റ് ചെയ്യാം. അപ്പോൾ എവിടെയോ എനിക്ക് തോന്നുന്നു മേ ബി ഞാൻ ആ നമ്പർ കൊടുത്തിട്ടില്ലായിരുന്നു, മേ ബി അതുകൊണ്ടായിരിക്കാം. ഇത് ഫുൾ നെയിം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇതിപ്പോൾ ഓക്കെ ആണ് എന്ന് തോന്നുന്നു. ഞാനിവിടെ ഒന്ന് കൊടുത്തേക്കാം. അപ്പം മേ ബി ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി അതിൽ കാണിച്ചിട്ടുണ്ടാകുക. യെസ്. അതേപോലെ തന്നെ ഇവിടുത്തെ ID നമ്പർ. ഓക്കെ, ഞാൻ നമ്പറും കൂടെ ഞാൻ വെച്ച അവിടെ മാൻഡേറ്ററി അല്ല. മേ ബി നിങ്ങളുടെ ഏതാണോ കൊണ്ടുവന്നിട്ടുള്ളത്, നിങ്ങളുടെ കൊണ്ടുപോകുന്ന ID ഏതാണോ അതിൻ്റെ നമ്പറും കൂടെ കൊടുക്കുക. ദെൻ ഇനി ഡീറ്റെയിൽസ് നമുക്ക് വാലിഡേറ്റ് ചെയ്യാം. എല്ലാം സക്സസ്ഫുള്ളി ആണോ, ഓക്കെ ആണ്. എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ അവരവിടെ എറർ കാണിക്കും. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. ഇനി നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം നമുക്ക് പാസ്ഡ്, അതായത് SBI POയ്ക്ക് നമുക്ക് ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഗ്രാജുവേഷൻ ഓർ ഇക്വലൻറ്റിനകത്തിൽ അപ്പിയേർഡ് ഓർ പാസ്ഡ് എന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ല, നിങ്ങൾ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അപ്പിയേർഡ് കൊടുക്കുക. പക്ഷേ അത് കൊടുക്കുമ്പോൾ തന്നെ അവർ എടുത്ത് പറയുന്നുണ്ട്, ദോസ് ഹു ആർ ഇൻ ദി ഫൈനൽ ഇയർ ഓർ സെമസ്റ്റർ ദെയർ ഗ്രാജുവേഷൻ മേ ഓൾസോ പ്രൊഫഷണലി സബ്ജക്ട് ടു ദി കണ്ടീഷൻ ദാറ്റ് ഇഫ് കോൾ ഫോർ ഇൻ്റർവ്യൂ, നിങ്ങളെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഹാവ് ടു പ്രൊഡ്യൂസ് proof of having passed graduation examination on or before 30/9/2026. നമ്മളുടെ റിസൾട്ട് 30/9/2026 മുന്നേ വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ ഡേറ്റ് വരെ ഓക്കെ ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ പറ്റില്ല. ഓക്കെ, അപ്പിയറിംഗ് കൊടുക്കുന്നവർ അത് ശ്രദ്ധിക്കുക. ദെൻ പാസ്ഡ് ആയിട്ടുള്ളവർ പാസ്ഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡിഗ്രി ഏതാണോ, ഇപ്പോൾ നിങ്ങൾ ബിടെക് ആണോ എഞ്ചിനീയറിംഗ് ആണോ ഏതാണോ അത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കോളേജിൻ്റെ പേരെന്താണോ അത് അതേപോലെ തന്നെ തെറ്റാതെ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടാണോ ഏതാണോ സ്ഥലം അത് അതേപോലെ തന്നെ കൊടുക്കുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്തിലുള്ള ഡേറ്റ് ഏതാണോ അത് തെറ്റാതെ തന്നെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എത്രയാണോ പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയത് അത് അതേപോലെ തന്നെ കൊടുക്കുക. എത്രയാണോ ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ ഏതാണോ അത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും PG ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇനി പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഒക്കെ ഉള്ളവർക്ക് മാത്രമാണ്. ദെൻ ഇനി നമുക്കറിയാവുന്ന ലാംഗ്വേജസ്, നമുക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാമോ അതെല്ലാം കൊടുക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാം, ദെൻ മലയാളം അറിയാം, അതേപോലെ തന്നെ ഹിന്ദി അറിയാം. നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് അതിൻ്റെ പ്രിഫറൻസിൽ നിങ്ങൾക്ക് കൊടുക്കാം. അറിയാവുന്നതെല്ലാം കൊടുക്കാം. അതിൽ തന്നെ നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയാം എന്നുണ്ടെങ്കിൽ അത് മൂന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നത് ഏതാണോ ആ ഭാഷകൾ കൊടുക്കുക. ഒരെണ്ണം നിർബന്ധമായിട്ടും എന്തായാലും കൊടുക്കണം. ഇനി നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് വാലിഡേറ്റ് ചെയ്യാം. ഇതെല്ലാം ഓക്കെ ആണ്. ദെൻ ഓക്കെ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം നല്ല രീതിക്ക് വായിച്ചു നോക്കുക. ഒന്നും കൂടെ നല്ല എല്ലാ പോയിന്റും ഓരോന്നും നന്നായിട്ട് തന്നെ വായിച്ചു നോക്കണം. ആ പറഞ്ഞ് നമ്മൾ കൊടുത്തതെല്ലാം കറക്റ്റാണോ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിക്കോട്ടെ, നമ്മുടെ കോളേജ് ആയിക്കോട്ടെ, നമ്മുടെ മാർക്ക് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ കൊടുത്തതെല്ലാം കറക്റ്റാണോ എന്നുള്ളത് നോക്കുക. എല്ലാം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ ഐ എഗ്രി കൊടുക്കുക. പിന്നെ ഐ കൺഫേം ദാറ്റ് മൈ നെയിം ആസ് ഫിൽഡ് ബൈ മീ ഇൻ ദി ആപ്ലിക്കേഷൻ ഫോം എക്സാക്ട്ലി മാച്ചസ് വിത്ത് ദി നെയിം ഇൻ ദി ID പ്രൂഫ്. നമുക്ക് എക്സാമിനേഷന് പോകുമ്പോൾ ID പ്രൂഫ് കൊണ്ടുപോകണം. അതിൻ്റെ അകത്തിലെ പേരും ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള പേര് കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ അതാ ബോക്സ് നിങ്ങൾ ടിക്ക് കൊടുക്കുക.
എന്നിട്ട് എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എല്ലാം നന്നായിട്ട് വായിച്ചു നോക്കി കറക്റ്റ് ആയിരിക്കണം. അതിനുശേഷം യാതൊരു കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വളരെ കെയർഫുൾ ആയിട്ട് തന്നെ വായിച്ചു നോക്കി എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും അപ്ലോഡ് ചെയ്യണം. ഓൾറെഡി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമുക്ക് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് തന്നെ വേണ്ടത് കാണാം. എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക. ദെൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഓൾറെഡി നമ്മൾ SBIയുടേത് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉള്ളത് എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓക്കെ കൊടുക്കാം. ദെൻ അതിനുശേഷം നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി കോഡ് കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മൾ എമൗണ്ട് പേ ചെയ്യുക. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെക്യൂരിറ്റി കോഡ് ഇവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് നമ്മളുടെ ഫീ പേയ്മെൻറ്റും ചെയ്യേണ്ടത്. ഫീ പേ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ എക്സാം എഴുതാൻ പറ്റുള്ളൂ, ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഡയറക്റ്റ്ലി പേയ്മെൻറ്റിൻ്റെ ഗേറ്റ്വേയിലേക്കാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങോ UPIയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാം. ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, നമ്മുടെ ആദ്യത്തെ സൈറ്റിലേക്ക് നമ്മൾ പോകണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്ലൈ ഓൺലൈൻ എടുക്കുക. കംപ്ലീറ്റ് പ്രോസസ്സ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ദാണ്ട് ഇവിടെ കണ്ടോ ലോഗിൻ ഫോർ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെയിൽ IDയിലേക്കും നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കും വന്ന് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. പ്രിൻ്റ് എടുത്ത് വെക്കണം എന്നില്ല, നിങ്ങൾ PDF ആക്കി നിങ്ങളുടെ ഫോണിലോ ലാപ്പിലോ സേവ് ചെയ്ത് വെക്കുക. മുന്നോട്ട് മെയിൻസിനും അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഉറപ്പായിട്ടും നമുക്കിത് ആവശ്യം വരും. ഓക്കെ, അപ്പം എല്ലാം ഏറ്റവും ബെറ്റർ ആയിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അപ്ലൈ ചെയ്തു, ഇനി എന്താണ്, നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.